പെൻഷൻ സ്വരൂപിച്ചു വച്ച് ലക്ഷാധിപതിയായ ഒരാൾ പോലും ഇന്നാട്ടിൽ ഉണ്ടാവില്ല. 1600 രൂപ കിട്ടിയാൽ 5-ാം ദിവസം പേഴ്സ് കാലിയാകുന്നവരാണ് 99%. മാസം തോറും ലഭിക്കുന്ന ആ തുക മുഴുവൻ ഇവിടെ വിപണിയിലേക്ക് ഇറങ്ങുകയാണ്. റേഷൻ അരിക്ക് കൂട്ടാനുള്ള മുളകായും ഉപ്പായും മരുന്നിനുള്ള പണമായും മാറുന്ന തുകയാണത്. ആ പണം സോപ്പും ചീപ്പും കണ്ണാടിയും വാങ്ങി ഉപയോഗിക്കാൻ പോലും ഒരാൾക്കും തികയാറില്ല. 1ഉം 2ഉം കോടിയല്ല, 59,138 കോടി 29 ലക്ഷം രൂപയാണ് ഇതുവരെ ഈ കേരളത്തിൽ പെൻഷനായി വിതരണം ചെയ്തത്. ആ തുക മുഴുവൻ കേരളത്തിലെ വിപണി ചലിപ്പിക്കാൻ ഉപയോഗിച്ചതാണ്. ക്ഷേമ പെൻഷൻ മാത്രമല്ല, മാസാമാസം വാങ്ങുന്ന ശമ്പളവും സർവീസ് പെൻഷനും പോലും അധികപ്പറ്റാണെന്ന് പറയുന്നവർ അനേകമുണ്ട് നമ്മുടെ ചുറ്റും. കിട്ടുന്ന വരുമാനമൊക്കെ ശമ്പളവും പെൻഷനും കൊടുത്ത് സർക്കാർ കളഞ്ഞു കുളിക്കുന്നു എന്ന് വിലപിക്കുന്നവരുമുണ്ട്. അത്തരം വാദങ്ങൾക്കൊക്കെ ഒരേ ഒരു മറുപടിയേ ഉള്ളൂ. നമ്മുടെ വിപണിയിൽ ഇറങ്ങുന്ന പണത്തിലേറെയും സർക്കാർ നൽകുന്ന ശമ്പളവും പെൻഷനും ക്ഷേമ പെൻഷനുമാണ്. ഈ തുകയുള്ളതുകൊണ്ടാണ് ഈ നാട് ഇങ്ങനെ ചലിക്കുന്നത്. ഓണത്തിന് ബോണസും അഡ്വാൻസും കൊടുക്കുന്നത് കൊണ്ടാണ് ഏതാനും 1000 കോടി രൂപയുടെ അധിക കച്ചവടം നടക്കുന്നത്.